ലോകത്തെ കരുത്തരായ പ്രതിരോധ പട ഇറാന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ഭയന്ന് പിന്നോട്ടു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. നിങ്ങളെ ഞങ്ങൾ തളർത്തും, ഗൾഫിന്റെ ആഴങ്ങളിൽ മുക്കിക്കളയും. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കയും ഇസ്രായേലും ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് നേരെ ഇറാന്റെ കരുത്തനായ സൈനിക ഉപദേഷ്ടാവ് നടത്തിയ വിറപ്പിക്കുന്ന ഈ പ്രഖ്യാപനം ഒരു പുതിയ യുദ്ധ തന്ത്രത്തിന്റെ തുടക്കമായാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിരോധ ഉപദേഷ്ടാവും IRGC മുൻ മേധാവിയുമായ മേജർ ജനറൽ യഹിയ റഹീം സഫാവി നടത്തിയ ഈ പ്രസ്താവന കേവലം ഒരു താക്കീതല്ല, മറിച്ച് പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ ശത്രുക്കളെ കുഴിച്ചുമൂടുമെന്ന ഇറാന്റെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നാവികപ്പടയെയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സാങ്കേതികമായും സൈനികമായും ഇറാൻ കൈവരിച്ച വൻ കുതിച്ചുചാട്ടത്തിന്റെ പിൻബലത്തിലാണ് ഈ മാസ് പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ അടിവരയിടുന്നു. ശത്രുവിന്റെ സൈനിക താവളങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ സജ്ജമാണെന്ന സന്ദേശം ഇതിലൂടെ ലോകത്തിന് നൽകുകയാണ് ഇറാൻ. കേവലം പ്രതിരോധം എന്നതിലുപരി ആക്രമിച്ച് കീഴടക്കുക എന്ന ഇറാന്റെ മാറിയ യുദ്ധനയമാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ മുഴങ്ങി കേൾക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് ലഭിക്കുന്ന ബാഹ്യ പിന്തുണകളെ തകർക്കാനും മേഖലയിലെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണിത്. ഇതിനിടെ മാർച്ച് 21 നടന്ന പുതിയ മിസൈൽ ആക്രമണം ഈ സംഘർഷത്തിന് പുതിയ തീവ്രത നൽകിയിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലി നഗരങ്ങളായ ഡിമോണയും ആരാദും ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ ഡേവിഡ് സ്ലിംഗ് മിസൈലുകൾ തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. സാധാരണയായി അതിവിശ്വാസത്തോടെ കണക്കാക്കപ്പെടുന്ന ഈ സംവിധാനത്തിന്റെ വീഴ്ച ആഗോള സൈനിക നിരീക്ഷകരെ പോലും ആശ്ചര്യപ്പെടുത്തുകയാണ്. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും അമേരിക്കൻ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത ഡേവിഡ് സ്ലിംഗ് ഇടത്തരം മുതൽ ദീർഘദൂര മിസൈലുകൾ വരെ തടയാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനമാണ്. മുൻ സംഘർഷങ്ങളിൽ ഇറാനിയൻ മിസൈലുകളെ വിജയകരമായി നശിപ്പിച്ച ഈ സംവിധാനം ഇത്തവണ ഗദ്ദർ ക്ലാസ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ ഫലപ്രദമല്ലാതിരുന്നതാണ് ശ്രദ്ധേയം. ഇത് ഒരു സാങ്കേതിക പിഴവോ അല്ലെങ്കിൽ ഇറാന്റെ പുതിയ തലമുറ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ശക്തിയോ എന്ന ചർച്ചകൾ ശക്തമാവുകയാണ്. അതേസമയം രാഷ്ട്രീയ തലത്തിലും സംഘർഷം അതീവ ഗുരുതരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ അതിനെ വ്യാജ വാർത്തയായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് നയതന്ത്ര തലത്തിൽ അവിശ്വാസം എത്രമാത്രം ആഴത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഉപരോധങ്ങൾ നീക്കാതെ, ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ യാതൊരു സമാധാനവും ഉണ്ടാകില്ലെന്ന ഇറാന്റെ നിലപാട് വ്യക്തമാണ്. ഇതിനിടെ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി ഇറാൻ രംഗത്തെത്തിയതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇനിയൊരു രാജ്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ആഗോള ശക്തി സമവാക്യങ്ങളെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഭീഷണിയായി മാറുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഭീഷണി മാത്രമല്ല, മറിച്ച് അതിന്റെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ്. പുതിയ തലമുറ മിസൈൽ സാങ്കേതിക വിദ്യയും തന്ത്രപരമായ കണക്കുകൂട്ടലുകളും ചേർന്ന് ഇറാൻ ഒരു ശക്തമായ പ്രതിരോധ ആക്രമണ ശേഷിയുള്ള രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.